ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. ഇതിനായി വേണ്ട വെജീസ് ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയിലയും ബിരിയാണിക്ക് ആവശ്യമായ സ്പൈസസ്. മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി തൈര് ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്താണ്. ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ബാക്കി വെജീസും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രം മുളക് പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല, ഇത്രയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിനകത്ത് ചേർക്കുക. അരിയും കുറച്ച് നേരം അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബിരിയാണി റെഡി. ആക്ച്വലി ഇതൊരു വെജ് ബിരിയാണി ആണെങ്കിലും കഴിക്കുമ്പോൾ ഒരു ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെയൊക്കെ ഇരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.